ലൈവ് റിപ്പോർട്ട്സ് ആദ്യം ഡൽഹിയിലേക്കാണ് പോകുന്നത്. വിവിധ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നീക്കം. ലോക്സഭയിലെ ബഹളത്തിൽ പ്രതിപക്ഷത്തിന് നേരെ സ്പീക്കർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാഹുലിന്റെ പിടിവാശിയാണ് ലോക്സഭ തടസ്സപ്പെടാൻ കാരണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, സ്പീക്കർ ഓം ബിർള കടുത്ത നടപടിയിലേക്ക് പലതവണ നീങ്ങി. കാരണം മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ബജറ്റ് പോലെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സെഷനാണ് പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തുന്നത്. അതിനാൽ ഏതാണ്ട് 8ഓളം എംപിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമുണ്ട് അതിൽ. അപ്പോൾ സ്പീക്കർ കടുത്ത നടപടിയെടുക്കുന്നു എന്ന കാരണത്താൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം ഇന്ത്യ സഖ്യം ആരംഭിച്ചിരിക്കുകയാണല്ലേ? ഗൗതം, മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മുൻപും പാർലമെന്റിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുള്ളത് സ്വാഭാവികമാണ്. ജനാധിപത്യപരമായ രീതിയിലൊപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ ഇതെല്ലാം പാർലമെന്റിൽ ഉയർത്താറുണ്ട്. പക്ഷേ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ബഡ്ജറ്റ് പോലെ അത്രയും പ്രധാനമുള്ള വിഷയത്തിൽ അതിന്മേൽ നടക്കേണ്ട ചർച്ചകൾ, വികസനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്യേണ്ട സമയമാണ്. ക്രിയാത്മകമായ ചർച്ചകൾ നടത്തേണ്ട സമയമാണ്. പ്രതിപക്ഷം പൂർണ്ണമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തോളമായി, അതായത് ബജറ്റ് കഴിഞ്ഞ് അതിനുശേഷമുള്ള നന്ദിപ്രമേയ ചർച്ച മുതൽ ഇങ്ങോട്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം മുൻപോട്ട് പോകുന്നത്. സ്പീക്കർ രൂക്ഷമായിട്ടുള്ള വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു. കൂടാതെ 8 എംപിമാരെ, കേരളത്തിൽ നിന്ന് ഡീൻ കുര്യാക്കോസും ഹൈബീഡനും ഉൾപ്പെടെ 8 എംപിമാരെ ഇതിനോടകം അച്ചടക്കമില്ലാതെ സഭയ്ക്കകത്ത് പെരുമാറിയതിന് സ്പീക്കർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കടുത്ത നടപടികളിലേക്ക് സ്പീക്കർ പോകുന്നു. ഒപ്പം പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പിടിവാശിയും തരംതാഴ്ന്ന രാഷ്ട്രീയവും ഒന്നുകൊണ്ട് മാത്രമാണ് സഭാ നടപടികൾ നടക്കാതെ പോകുന്നത്. ഇത് ശരിയല്ല. ജനങ്ങളോടുള്ള കടമ നിറവേറ്റേണ്ടത് ഓരോ എംപിമാരുടെയും ഓരോ പാർലമെന്റ് അംഗങ്ങളുടെയും ബാധ്യതയാണ്. അതിന് ശ്രമിക്കാതെ, അത്തരം ചർച്ചകൾ നടത്താതെ രാഷ്ട്രീയപരമായും മാധ്യമശ്രദ്ധ നേടാനുമുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷ എംപിമാർ സഭയ്ക്കകത്ത് കാണിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനം പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു നടത്തിയിട്ടുണ്ട്. ഇന്നും 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കും. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്നും സഭയ്ക്കകത്ത് പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്നും അലങ്കോലപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ ഇപ്പോൾ അവിശ്വാസ പ്രമേയ നീക്കം കൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.